ഹലോ ഗായ്സ്, എല്ലാവർക്കും സൊല്യൂഷൻ മേക്കർ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള ബിഗ് സെയിൽ ഓഫേഴ്സോ അല്ലെങ്കിൽ ബിഗ് ബില്യൺ സെയിലോ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഓഫറുകൾ വരാറുണ്ട്. എക്സ്ചേഞ്ച് ചെയ്താൽ എക്സ്ചേഞ്ച് ബോണസോട് കൂടി നമുക്ക് പുതിയ ഫോണുകൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 2000 രൂപ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ 2000 മുതൽ 5000 രൂപ വരെ ക്യാഷ് ബാക്കിൽ പലപ്പോഴും പല ഫോണുകളായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. ആ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് പലരും ഫോണുകൾ വാങ്ങിക്കാറുണ്ട്. എന്നാൽ അവിടെ വരുന്നതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പലർക്കും എങ്ങനെയാണ് ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് പലർക്കും അറിയത്തില്ല. പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫോൺ എക്സ്ചേഞ്ച് വാങ്ങിക്കുക, പലർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല. അവരുടെ ആ ഒരു റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരു പുതിയ ഫോൺ വാങ്ങിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പുതുതായി കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബിഗ് ഡിവൈസിൽ ഓഫർ നടക്കുകയാണ്. ഓഫറുകൾ നടക്കുന്നതുകൊണ്ട് പല ഫോണുകൾക്കും എക്സ്ചേഞ്ച് ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. 2000 മുതൽ 5000 രൂപ വരെ പല ഫോണുകൾക്കും എക്സ്ചേഞ്ച് ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഫോൺ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. റിയൽമി 7i എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോൺ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ അതിന് 14% ഓഫുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് ആണ് ആ മൊബൈൽ. ക്ലിക്കിന് ശേഷം നമുക്കിവിടെ കാണാം ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഓഫറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ വേരിയൻറ്റ് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഏത് വേരിയൻ്റാണ് വേണം, ഏത് കളറാണ് വേണം എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മളിവിടെ ഈ ഫോൺ നമുക്കിവിടെ എക്സ്ചേഞ്ച് കിട്ടുമോ ഇല്ലയോ നമുക്ക് ആദ്യം നോക്കണം. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ പിൻകോഡിൽ ഇതിൻ്റെ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. നമുക്ക് ആ എക്സ്ചേഞ്ച് കോഡ് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുന്നു. പിൻകോഡ് നമുക്ക് മാറ്റി കൊടുക്കണം. ഞാൻ എൻ്റെ വേറൊരു പിൻകോഡ് ഞാൻ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞാനത് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഈ പിൻകോഡിൽ എനിക്കിപ്പോൾ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പിൻകോഡിൽ നമുക്ക് ഇത് ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഇപ്പോൾ എനിക്കിവിടെ എക്സ്ചേഞ്ച് ലഭ്യമാണ്. എക്സ്ചേഞ്ച് യുവർ ഓൾഡ് ഫോൺ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് അവർ കൊണ്ടുപോകും. ഇവിടെ അവർ ചോദിക്കുന്നത് ഡസ് യുവർ ഫോൺ സ്വിച്ച് ഓൺ. ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫോൺ, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൺ, അത് സ്വിച്ച് ഓൺ ആണോ അതോ ഓഫായിട്ട് തന്നെ ഇരിക്കുകയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾ സ്വിച്ച് ഓൺ ആണെങ്കിൽ എസ് എന്നുള്ളത് കൊടുക്കുക. എസ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഏതാണെന്ന് നമ്മൾ ഇവിടെ കാണിക്കണം. എൻ്റെ മൊബൈൽ സാംസങ് ആണ്. സാംസങ് ഞാൻ ചൂസ് ചെയ്യുന്നു. സാംസങ് ചൂസ് ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെ എല്ലാ മോഡലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മോഡൽ ഏതാണോ ആ മോഡൽ നമ്മൾ ചൂസ് ചെയ്യുക. എൻ്റെ മോഡൽ ഇവിടെ J7 ആണ്. ആ മോഡൽ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നു, സാംസങ് J7. അതിനുശേഷം നമ്മൾ സാംസങ് J7 ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷമാണ് ഇവിടെ നമ്മൾ മൊബൈലിൻ്റെ IMEI നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ IMEI നമ്പർ അടിച്ചതിന് ശേഷം വെരിഫൈ വരും. വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ IMEI നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ IMEI നമ്പർ ഞാനിവിടെ ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫൈ എന്ന്. ഞാൻ വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അത് അവർ വെരിഫൈ ചെയ്തിട്ട് അത് ശരിയാണോ അല്ലയോ എന്ന് അവർ പറയും. ഇപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുത്ത IMEI നമ്പർ അത് വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് IMEI നമ്പർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും കോൾ *#06# എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡയൽ പാഡിൽ നിങ്ങൾ കോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പർ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഇൻ്റർഫേസിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നമുക്ക് എൻ്റെ ഫോണിൽ ലഭിക്കുന്ന എക്സ്ചേഞ്ച് വാല്യൂ ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ 1950 രൂപ എൻ്റെ ഫോണിന് ഇപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കും. ഈ
ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എടുക്കുന്ന ഫോണിൽ നിന്ന് ഡിഡക്റ്റഡ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റുക. നമ്മൾ എടുക്കുന്ന ഫോൺ ഇപ്പോൾ ഒരു 15,000 രൂപയാണെങ്കിൽ ഈ 1950 രൂപ അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അത് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് നമുക്കവിടെ കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുക, ഇതിന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണിന് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിന് സ്ക്രീൻ ക്രാക്സുകളൊന്നും വരാൻ പാടില്ല, അതുപോലെ തന്നെ ബോഡി ക്രാക്സുകൾ വരാൻ പാടില്ല, പിന്നെ സ്ക്രീൻ റിമൂവ് ചെയ്തായിരിക്കരുത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ എടുക്കുന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്യാതിരിക്കേണ്ടതിന് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി തന്നെ ഇരിക്കരുത്, അത് സ്വിച്ച് ഓൺ ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവർ റിജക്റ്റ് ചെയ്യാതെ അത് എടുക്കുകയുള്ളൂ. അതുമാത്രമല്ല നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ബ്രാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളവർ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ബ്രാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഫോൺ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്ക്രീൻ ലോക്കായിട്ട് അത് അഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വല്ലതൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ എടുക്കത്തില്ല. അതുമാത്രമല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന IMEI നമ്പർ അല്ലാതെ വേറൊരു അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേറെ IMEI നമ്പറാണ് ഫോണിൽ കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഫോൺ റിജക്റ്റ് ചെയ്യും, അവർ ആ ഫോൺ എടുക്കുകയില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഫോണ് യാതൊരുവിധ ക്രാക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്, ബെൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കരുത്. ഫോൺ പക്ക ക്ലിയർ ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ അവർ ഫോൺ എടുക്കുകയുള്ളൂ. ഇനി അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് താഴെയുള്ള ഐ എഗ്രി എന്ന ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം എക്സ്ചേഞ്ച് കൊടുക്കുക. കൺഫേം എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ആ ഫോൺ വാങ്ങിക്കാനുള്ള പ്രൊസീജിയറിലേക്ക് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എൻ്റെ ഫോൺ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം എക്സ്ചേഞ്ച് യുവർ ഓൾഡ് ഫോൺ റെഡി ആയിട്ടുണ്ട്. സാംസങ് ഗാലക്സി J7 1909 രൂപയാണ് വാല്യൂ കിട്ടുന്നത്. സോ ഇതിന് ശേഷം നമ്മളിവിടെ ബൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ബൈ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളിവിടെ അടുത്ത് വരും. ഒരിക്കലും നിങ്ങൾ പ്രീപെയ്ഡ് ആയിട്ടത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആയി മാത്രം ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനുള്ള ടിപ്സ് എന്താണെന്നുള്ളത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൈസ് 1 ഐറ്റം അതിന് 13,999 രൂപയാണ്. അതിന് ഡിസ്കൗണ്ട് നേരത്തെ 2,000 രൂപ ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം എക്സ്ചേഞ്ച് വാല്യൂ ആ റേറ്റിംഗ് കൂടെ കഴിഞ്ഞ ശേഷം 1950 രൂപയാണ്. അതും മൈനസ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10,149 രൂപയാണ്. നേരത്തെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 11,999 രൂപയാണ്. എന്നാൽ ഇപ്പോൾ അതിനകത്തൊന്നും പൈസ കുറഞ്ഞ ശേഷം 10,149 രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ ഓർഡർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഡെലിവറി ബോയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഫോൺ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. സോ ഇത്രയാണ് ഇതിനകത്ത് പ്രൊസീജിയറും കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഫോൺ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഒത്തിരി പേര് ഇങ്ങനെ ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വാങ്ങിക്കുക, എങ്ങനെയാണ് എൻ്റെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സോ അവർക്കൊക്കെ വളരെ ഒരു സഹായകമാകും. സോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.